ഫൈറ്ററാണ്. കാരണം ഗ്ലോബലായിട്ട് എല്ലാ മീഡിയയിലും വന്ന് ഇതൊക്കെ ഇന്ത്യയിലില്ലെന്നേ ഉള്ളൂ. ഇത് ഫോറിനിൽ എല്ലാ മീഡിയയിലും അവരുടെ വെബ്സൈറ്റിലും അവിടെയൊക്കെ ഇത് കിടപ്പുണ്ട്. ഇന്ത്യയിൽ ചില കാര്യങ്ങൾ നമുക്ക് എന്താണ് പറ്റിയെന്നുള്ള സംഭവം, എയർക്രാഫ്റ്റ് എവിടെ പോയി എന്നുള്ള സംഭവത്തിന്റെ വീഡിയോ ഉൾപ്പെടെ സാധനങ്ങൾ ഈ പറയുന്ന ഇന്ത്യ ഒഴികെ എല്ലാ രാഷ്ട്രങ്ങളിലും അവൈലബിളാ. പല ആൾക്കാരും തെളിവ് ചോദിക്കും, ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഈ തെളിവ്. അല്ലാതെ മണ്ടത്തരം ഇതിനാണ് കൗണ്ടർ ചെയ്യേണ്ടത്. ഇത്ര F-16 പോയി, ഇത്ര J-17 പോയി, 10 അടിച്ചിട്ടു. ഇന്ത്യൻ ഫൈറ്റർ ഫ്ലൈ ചെയ്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഫ്ലൈ ചെയ്തില്ല എന്ന് ചില ഇന്ത്യൻ മീഡിയ, ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലോഫിംഗ് സ്റ്റോൺ ആവരുത് ബേസിക്കലി. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അത്ര മഹാരാജ്യം, ഇന്ത്യൻ ഫോഴ്സ് അങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ട്. പൊളിറ്റീഷ്യൻസ് പറയുന്നതല്ല കേൾക്കുന്നേ. എന്താണ് ഇന്ത്യൻ അറ്റാച്ചി പറഞ്ഞ ഇന്തോനേഷ്യ? അതായത് പൊളിറ്റിക്കൽ ഡിസിഷനിലുണ്ടായ പ്രശ്നമാണ്. അതായത് ഫോഴ്സ് റെഡിയായിരുന്നു, പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു, എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്ന സംഭവം. അതാണ് ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ പാകപ്പിഴ എന്ന് പറയുന്നത്. അതാണ് ഞാൻ Day 1 onwards ഇതിനെപ്പറ്റി പറയുന്നത്. തെറ്റുപറ്റി, അത് തിരുത്തണം. പെട്ടെന്ന് ചാടിക്കയറി ഉണ്ടാകുന്നതല്ല. ബാലാക്കോട്ട് ആ സംഭവത്തിൽ ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റിലാണ് എല്ലാവരും ഇന്ത്യയും ഗ്ലോബലായിട്ട് നമ്മൾ വിശ്വസിച്ചേ. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് അത്ര കൺഫ്യൂഷൻ വരാൻ കാരണം എന്തുവാ? കാരണം മനസ്സിലാക്കേണ്ട, ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾക്ക് സത്യങ്ങൾ പലതും മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിനെ നിങ്ങൾ അത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ സത്യം പുറത്താകും. ജനങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ. നിങ്ങൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത് വിദേശത്തുള്ള മറ്റുള്ള ആൾക്കാർ ഇതിൻ്റെ കോപ്പി ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കത്തില്ലേ?